ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസ്പയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ DIY പ്രോജക്ട്സിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ് ഉണ്ട്. നമ്മൾ ആ ടൂൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ പോവാണ്. ആദ്യം നമുക്ക് ആ ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ആദ്യത്തേത് ഒരു 32 പീസിൻ്റെ സോക്കറ്റ് സെറ്റാണ്. അടുത്തത് സ്റ്റാൻലിയുടെ റിംഗ് സ്പാനർ സെറ്റാണ്. ഇത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്റ്റാൻലിയുടെ തന്നെ ഓപ്പൺ ആൻഡ് സ്പാനറാണുള്ളത്. ഇത് നമുക്ക് നോക്കാം. ഇനി നമുക്കുള്ളത് ഒരു 6 പീസ് സ്ക്രൂ ഡ്രൈവർ സെറ്റാണ്. ഇതിനകത്ത് പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ സെറ്റിനെ പരിചയപ്പെടാം. ഇതൊരു ജനറിക് സ്ക്രൂ ഡ്രൈവർ സെറ്റാണ്. ഇതിനകത്ത് 3 പ്ലസും 3 മൈനസും ആണുള്ളത്. ഇതിനകത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് മാഗ്നറ്റിക് ആണെന്നുള്ളത്. അത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പ്ലസിന് നമ്മൾ ഇൻ്റർനാഷണലി പറയുന്നത് ഫിലിപ്സ് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ PH എന്നുള്ള മാർക്കിംഗ് കാണുന്നത്. അതുപോലെ മൈനസിന് നമ്മൾ സ്ലോട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ SL എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ SLനകത്ത് 6.5 എന്നും ഇവിടെ രണ്ടിടത്തും 5.5 എന്നും കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ടിപ്പിൻ്റെ വീതിയാണ് കാണിക്കുന്നത്. ഇത് 5.5ഉം ഇത് 6.5ഉം ആണ്. അതുപോലെ ഈ 150 എന്നുള്ളത് ഇതിൻ്റെ ലെങ്തിനെയാണ് കാണിക്കുന്നത്. ഇത് 100ഉം ഇത് 75 ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും 75, 100, 150 ഇത് ഇതിൻ്റെ ലെങ്ത് ആണ്. പിന്നെ PH1 എന്ന് കാണിക്കുന്നത് ഇതിൻ്റെ ടിപ്പിൻ്റെ ഷാർപ്നെസ്സിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ PH2 ആണ്. ഇതിൻ്റെ ഇച്ചിരി വലുപ്പമുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് ഹോൾഡർ വരുന്നുണ്ട്. ഇത് നമുക്ക് ഭിത്തിയിൽ വല്ലതും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു പ്ലാസ്റ്റിക് ഹോൾഡറാണ്. ഇതിങ്ങനെ ഭിത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്നോളും. ഞാനൊരു സ്ക്രൂ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്ന് നോക്കാം. ഓക്കെ, ഇത് മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഉപകാരപ്രദം. നമുക്കത് സ്ലോട്ടിലോട്ട് കൊണ്ട് വെക്കാനും ഒക്കെ ഇതായിരിക്കും ഈസി ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സ്റ്റാൻലിയുടെ ഒരു ഓപ്പൺ എൻഡഡ് സ്പാനറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, നമുക്കാരും സ്പോൺസർഷിപ്പ് ഒന്നും തരുന്നില്ല. പക്ഷേ ഞാനിത് എടുക്കാൻ കുറച്ച് സ്പെസിഫിക് റീസൺസ് ഉണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. മാത്രമല്ല ഇതിനകത്ത് 6mm തൊട്ട് 22mm വരെയുള്ള സ്പാനേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ 70379 എന്നുള്ളതാണ് ഇതിൻ്റെ നമ്പർ. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഡിസൈനകത്ത് കുറച്ച് പ്രത്യേകതയുണ്ട്. സോ ഇത് ഏറ്റവും വലിയ സ്പാനറാണ്. ഇത് 2022ൻ്റെ സ്പാനറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രോം വനേഡിയം ആണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്രോം വനേഡിയം, അതാണ് അതിൻ്റെ മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ല വന്നേക്കുന്നത്. ഇത് ബോൾട്ടിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്യും, അത് സ്ലിപ്പ് ആവത്തില്ല. ആൻറ്റി സ്ലിപ്പ് ഡിസൈൻ എന്നാണ് അവർ പറയുന്നത്. നമ്മളൊരു ചീപ്പായിട്ടുള്ള സാധനത്തിന് പോവുകയാണെങ്കിൽ അത് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇത് ഇച്ചിരി വിട്ടുകൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ടൂള് തിരഞ്ഞെടുക്കാൻ കാര്യം. അടുത്തത് നമ്മുടെ റിംഗ് സ്പാനറാണ്. ഇത് നമ്മൾ സ്റ്റാൻലിയുടെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നല്ല ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്യാൻ കാര്യം. ഈ സ്റ്റാൻലിയുടെ സ്പാനർ സെറ്റിൻ്റെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വോൾ മൗണ്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വോളിൽ മൗണ്ട് ചെയ്യുകയാണെങ്കിൽ, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ അതവിടെ സേഫായിട്ടിരുന്നോളും. പിന്നെ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 70394 ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രോം വനേഡിയം തന്നെയാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും 6mm തൊട്ട് 22mm വരെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നട്ടിനെ എല്ലാ സൈഡിൽ നിന്നും ഹോൾഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇതുണ്ടോ എല്ലാ എഡ്ജിൽ നിന്നും അത് നട്ടിനെ കറക്റ്റായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പാനർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മുടെ ഓപ്പൺ എൻഡഡ് സ്പാനറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് 6mm ആണ്. 6mm 7mm ആണ് ഇതും അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലെങ്ത് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കാരണം അതിൻ്റെ ലിവറേജിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഈ സ്പാനർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റിംഗ് സ്പാനർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലിവറേജ് കിട്ടും. അപ്പം അഴിഞ്ഞു വരാൻ ബുദ്ധിമുട്ടുള്ള നെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റിംഗ് സ്പാനർ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല ഇതിൻ്റെ എഡ്ജസ് ഒക്കെ കുറച്ച് റൗണ്ടഡ് ആണ്. അത് കാരണം നമ്മളിത് ബലം പിടിച്ചാലും നമ്മുടെ കയ്യിൽ അത്രയും പെയിൻ ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 32 പീസിൻ്റെ ഒരു 1/2 ഇഞ്ച് ഡ്രൈവ് സോക്കറ്റ് സെറ്റാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നുമില്ല, ഒരു അൺബ്രാൻഡഡ് സെറ്റാണിത്.
നമ്മൾ ഈ 1/2 ഇഞ്ചിൻ്റെ സോക്കറ്റ് സെറ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ മോട്ടോർ സൈക്കിളിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പം നട്ട് ബോൾട്ടൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് എത്ര റഫ് യൂസ് ചെയ്താലും ഇതിന് അത്രയും പ്രശ്നം വരുന്നില്ല. 1/4 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട് ടൂൾസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ചിൻ്റെ സോക്കറ്റ് സെറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ കാണുന്ന ഒരു ഇത്രയും എണ്ണം ഇത് 6 പോയിൻറ്റ് സോക്കറ്റാണ്. ഈ കാണുന്ന ഒരു ഇത്രയും എണ്ണം 12 പോയിൻറ്റ് സോക്കറ്റാണ്. 6 പോയിൻറ്റ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു 6 സൈഡാണുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ കുറച്ച് റൗണ്ടഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ എഡ്ജസ് റൗണ്ട് ആയിരിക്കുന്ന കാരണം നമുക്ക് അതിലുള്ള നട്ടിലുള്ള ഗ്രിപ്പ് നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇത് റൗണ്ടഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അടുത്തത് നമ്മുടെ 12 mm സോക്കറ്റാണ്. 12 പോയിൻറ്റ് സോക്കറ്റാണ്. അപ്പോൾ 12 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡിലുള്ള നട്ടിന് പകരം 12 സൈഡിലുള്ള നട്ട് കാണും. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഒരു 6 സൈഡിലുള്ള നട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബലം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ എഡ്ജസ് ഒക്കെ റൗണ്ടഡ് ഓഫ് ആയി പോകും. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 16 mm-ൻ്റെയും 21 mm-ൻ്റെയും സ്പാർക്ക് പ്ലഗ് കഴിക്കാനുള്ള 2 ടൂളും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, ഇത് നമ്മുടെ റാച്ചറ്റാണ്. ഇത് 1/2 ഇഞ്ചിൻ്റെ ഡ്രൈവറാണ്. ഇതിനൊരു റിലീസ് ഫംഗ്ഷനും കൂടെയുണ്ട്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രസ് ചെയ്താണെങ്കിൽ നല്ല ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അത് പ്രസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ലോക്കാവും. അത് പിന്നെ ആ പ്ലേസിൽ ലോക്ക് ആയിട്ടിട്ടുണ്ട്. പിന്നെ ഇതതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഹാൻഡിലാണ്, ലിവറാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഡയറക്ഷനിലോട്ടാണ് സെറ്റ് ആക്കിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഞാൻ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിലോട്ട് പിന്നെ അത് ലോക്കാണ്. പിന്നെ തിരിച്ചുള്ള ഡയറക്ഷനിലാണ് ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്കൊരു സ്ലൈഡിങ് ഹാൻഡിലും കൂടെ ഉണ്ട്. ഈ സ്ലൈഡിങ് ഹാൻഡിൽ നമുക്ക് ഒത്തിരി ബലം പിടിക്കേണ്ടടുത്ത്, അപ്പോൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള നട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സ്ലൈഡിങ് ഹാൻഡിലിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് റാച്ചറ്റ് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ റാച്ചറ്റിൽ ഒത്തിരി ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടീത്തൊക്കെ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇത് നമുക്കൊരു ടീ ഹാൻഡായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരേപോലെ 2 സൈഡിലും ഇപ്പോൾ കറക്കി വിടേണ്ട ഇതൊക്കെ ആണെങ്കിൽ നമുക്കത് ടീ ഹാൻഡായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതും കൂടാതെ നമുക്ക് ഒരു ടൂളും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സൽ ജോയിൻ്റ് ആണ്. ഇതിപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് അഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു നട്ടൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ആംഗിൾഡായിട്ട് അഴിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സൽ ജോയിൻ്റ് അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കറങ്ങി ഏത് ആംഗിളിൽ വേണമെങ്കിലും വർക്കാവും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ വീഡിയോ എന്നെപ്പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പ്രയോജനകരമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എനിക്ക് കുറേ റിസർച്ച് വേണ്ടി വന്നു ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടൂൾസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ വാങ്ങിക്കുന്നതിനകത്ത് കാര്യമില്ല. നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾസ് നമ്മൾ വാങ്ങിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടൂൾസ് നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പിന്നെ അതിനെ ഒരു അപ്ഗ്രേഡിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.